വാർത്തകൾ തുടരുന്നു. നാട്ടിക ശ്രീ ആരിക്കിരി ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. കന്യകമാർക്ക് മംഗല്യ വിഘ്നങ്ങൾ മാറി സുമംഗലികളാകാനും വിവാഹിതരായവർക്ക് ദീർഘായുസ് ലഭിക്കാനും കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും ഉണ്ടാകാനാണ് സ്ത്രീകൾ പൊങ്കാലയിടുന്നതെന്നാണ് വിശ്വാസം. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. തെറ്റുകൾ തിരുത്താനും തിരിച്ചറിയാനുമുള്ള ആർജവം സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാകണമെന്നും സമൂഹത്തിൽ മാതൃകാ ദമ്പതിമാരിൽ പലരും പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ കെ എ തുളസി അഭിപ്രായപ്പെട്ടു. നാട്ടിക പഞ്ചായത്തിലെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവാഹപൂർവ്വ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇവർ. നടക്കുന്ന സംഭവങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ അതാത് നിമിഷങ്ങളിൽ തന്നെ നമുക്കറിയാൻ കഴിയത്തക്ക തരത്തിലുള്ള വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും വലിയ വീടുകളിൽ അതുപോലെ തന്നെ വലിയ വാഹനങ്ങളിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ഒക്കെ ജീവിക്കുമ്പോഴും നമ്മുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ എങ്ങനെ സന്തോഷവും സമാധാനവും നിലനിർത്തണമെന്ന് പലപ്പോഴും വ്യക്തികൾക്ക് അറിയാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ മറ്റ് ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഒക്കെ നമ്മൾ വായിച്ചും കണ്ടും അറിയുന്ന വസ്തുതകൾ പലപ്പോഴും നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രക്തം തണുത്തുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിന് കുറവില്ല. ആരോഗ്യകാര്യത്തിലും കേരളം വളരെ മുന്നിലാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ആക്രമണങ്ങൾ ഒന്നും തന്നെ തടയാൻ കഴിയാതെ ആ വീട്ടിനകത്തുള്ള സ്ത്രീകൾ പോലും പലപ്പോഴും നിസ്സഹായരായി. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. MV വിമൽകുമാർ, ലിജി നിതിൻ, TK പ്രസാദ്, തങ്കമണി ത്രിവിക്രമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആയുർവേദ ഡോക്ടർ ബാസ്പിൻ ക്ലാസ് എടുത്തു. ആക്ട്സ് നാട്ടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വലപ്പാട് CI KT സലിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ച് സെക്രട്ടറി PK ജ്യോതി പ്രകാശ്, PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, KV രാഹുലൻ, സന്തോഷ് കോലോത്ത് എന്നിവർ സംസാരിച്ചു. ഹൈവേ SI അജയ്കുമാർ ക്ലാസ് എടുത്തു. പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് കഴിയും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കർമ്മനിരതനായി വന്നിരിക്കുന്ന ആക്ട്സിന് എത്രത്തോളം പുറത്തെന്നുള്ള കാര്യം ഈ യൂണിഫോമിലിട്ടിരിക്കുന്നത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയാത്തതാണ്. കാരണം ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നമുക്കറിയാം അലർട്ട് സെന്ററുകളിൽ 100 ഒക്കെ വിളിച്ച് വിവരാധികം ഇഷ്ടംപോലെ പേരുണ്ടായി. ഒരു അപകടത്തിൽ പരിക്കുപറ്റി കിടക്കുന്നവരുടെ ഫോട്ടോകൾ മൊബൈൽ ഫോണുകൾ അവരുടെ ദൃശ്യമാധ്യമങ്ങളിൽ പാടുന്നതിനായിട്ടുള്ള മറ്റ് വീഡിയോ ക്യാമറകൾ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അത് ഒരു സെൻസേഷനാക്കി മാറ്റുന്നതിനും അല്ലാതെ തങ്ങളുടെ മീഡിയാസിലൂടെ തങ്ങളാണ് ആ റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ടത് എന്ന കാര്യം അറിയിക്കുന്നതിനും ഇന്ന് വളരെയധികം പേര് മുഖ്യധാരയിൽ തന്നെയുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുക, എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം വില്ലേജ് ഓഫീസ് ഉപരോധ സമരത്തോടനുബന്ധിച്ച് കാൽനട പ്രചരണ ജാഥ നടത്തി. AISF സംസ്ഥാന സെക്രട്ടറി KP സജീഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി KC ബൈജു അധ്യക്ഷനായി. മുൻ മന്ത്രി KP രാജേന്ദ്രൻ, പ്രകാശ് പള്ളത്ത്, ഷീന പറയങ്ങാട്ടിൽ, PR ഷിനോയ്, ഷീജ സദാനന്ദൻ, ബാബു വിജയകുമാർ, TV ദീപു എന്നിവർ സംസാരിച്ചു. ഓണത്തിന് പുറമെ ക്രിസ്തുമസിനും അതുപോലെ വലിയ പെരുന്നാളിനുമൊക്കെ കുട്ടികൾക്ക് അങ്ങനെ 3 പ്രാവശ്യങ്ങളിലായി 5 കിലോ അരി നമ്മുടെ കൊച്ചുമക്കൾക്ക് സ്കൂളുകളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പദ്ധതി കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ സഖാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ ഭക്ഷ്യമന്ത്രി നമ്മുടെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സഖാവ് C ദിവാകരൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ മുഴുവൻ കുട്ടികൾക്കും ഈ പദ്ധതി നടപ്പാക്കുകയും 5 വർഷവും കുട്ടികൾക്ക് കൃത്യമായി അത് കൊടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ഈ വർഷം ഞാനിപ്പോ അരമണിക്കൂർ മുമ്പ് കൂടി അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ഈ വർഷം
ക്രിസ്തുമസ് കഴിഞ്ഞു. ക്രിസ്തുമസിന് സ്കൂളുകളെല്ലാം 21-ാം തീയതി അടച്ചു. 31-ാം തീയതി ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് ചളിങ്ങാട് നാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള റെക്സ് ഇന്റർനാഷണൽ വോളിബോൾ നൈറ്റ് 17-ാം തീയതി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വോളിനെറ്റ് ഒരു അഖില കേരള വോളിബോൾ മേള 17 മുതൽ 20-ാം തീയതി വരെ ചളിങ്ങാട് പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ഗാലറിയോട് കൂടിയ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. തിരുവനന്തപുരം മുതൽ നമ്മുടെ കേരളത്തിലെ വിവിധ ഭാഗത്തു നിന്നും ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ അന്തർദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന ഈ വോളിബോൾ മേള നമ്മുടെ മണപ്പുറത്തിൻ്റെ മണ്ണിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ പാതയോരത്ത് ആദ്യമായിട്ടാണ് ഒരു ഗാലറിയോട് കൂടിയ വോളിബോൾ മേള നടക്കുന്നത്. ഏകദേശം ഒരു 8-9 ലക്ഷത്തോളം ചെലവ് വരുന്ന ഈ വോളിബോൾ മേള ജനകീയ പങ്കാളിത്തത്തോട് നമ്മുടെ പ്രദേശത്ത് ചെളിങ്ങാട് പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കലാ കായിക മത്സരങ്ങൾക്കെന്നും പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശമാണത്. KP ധനപാലൻ MP വോളിബോൾ മേള ഉദ്ഘാടനം ചെയ്യും. കയ്പമംഗലം MLA VS സുനിൽകുമാർ അധ്യക്ഷനാകും. ഇരിങ്ങാലക്കുട DYSP ബിജു ഭാസ്കർ മുഖ്യാതിഥിയാകും. 3000 പേർക്ക് ഇരുന്ന് കളി കാണാവുന്ന തരത്തിലുള്ള ഗാലറിയാണ് തയ്യാറാക്കുന്നത്. 16 ഫ്ലഡ് ലൈറ്റുകൾ വെളിച്ചം വിതറും. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ക്ലബ്ബ് താരങ്ങൾ പങ്കെടുക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രഗത്ഭ ടീമുകൾ, വനിതാ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ്, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് എന്നീ ടീമുകളുടെ പ്രദർശന മത്സരവും നടക്കും. ക്ലബ്ബ് രക്ഷാധികാരി നജീബ് TS, കോർഡിനേറ്റർ PM അബ്ദുൽ ഗഫൂർ, ട്രഷറർ ഷാജഹാൻ PS, ജോയിന്റ് കൺവീനർ PM മുഹമ്മദ് റാഫി, വൈസ് ചെയർമാൻ PM സിയാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണപ്പുറം വീണ്ടും വോളിബോളിന്റെ സുവർണകാലത്തിലേക്ക് പടനയിക്കുന്നു. കയ്യും മെയ്യും മറന്ന് ഒരു വോളിബോൾ ഉത്സവം സംഘടിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയാണ് കായിക രംഗത്തെ നിറസാന്നിധ്യമായ ചളിങ്ങാട് നാഷണൽ ക്ലബ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മണപ്പുറത്ത് വീണ്ടും വോളിബോൾ മേളയ്ക്കായി ഗാലറി ഒരുങ്ങുകയാണ്. 3000 പേർക്ക് ഇരുന്ന് കളി കാണാവുന്ന തരത്തിലാണ് ഗാലറിയുടെ നിർമ്മാണം. 500 പേർക്ക് കസരയിലിരുന്നും കളി കാണാം. 16 ഫ്ലഡ് ലൈറ്റുകളാണ് പകൽ വെളിച്ചത്തിനേക്കാൾ വെളിച്ചം വിതറുന്നത്. ഇന്ത്യൻ വോളിബോളിൽ കേരളത്തിന്റെ നാമം അടിവരയിട്ടുറപ്പിച്ച നെയ്വേലി, കസ്റ്റംസ്, KSCB, റെയിൽവേ, SBT, കൊച്ചിൻ പോർട്ട്, കേരള ആംഡ് പോലീസ് നിരവധി ക്ലബ്ബുകളിലെ അധികായരാണ് മണപ്പുറത്ത് വോളിബോൾ വിസ്മയം തീർക്കുന്നതിന് കേരളത്തിലുള്ള വിവിധ ടീമുകളുടെ പേരിൽ കളത്തിലിറങ്ങുന്നത്. കായിക പ്രേമികൾക്ക് അവസരമൊരുക്കിയ തൃപ്രയാർ TSGA കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായി കളിത്തട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ടൂർണമെന്റുകളായിരുന്നു കായിക പ്രേമികൾക്ക് അനുഗ്രഹം. ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗാലറിയിലിരുന്ന് കളി കാണാൻ കഴിയുമെന്നതിന്റെ സന്തോഷത്തിലാണ് ജനങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കെ മുരളീധരൻ MLAയുടേത് നെറികെട്ട രാഷ്ട്രീയമാണെന്ന് മുൻ DCC പ്രസിഡന്റ് V ബലറാം. നിരവധി കവർച്ച കേസിലെ പ്രതി കരുമാടി രഞ്ജിത്ത് ഇരിങ്ങാലക്കുടയിൽ പിടിയിൽ. നാട്ടിക പഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവാഹപൂർവ്വ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.